ആ കപ്പലിൽ നിന്ന് ഏറ്റവും അവസാനമായി ലഭിച്ച സന്ദേശം ഞാൻ മരിക്കുന്നു എന്നായിരുന്നു. ഏറ്റവും ഒടുവിൽ തേടി പിടിച്ച് ആ കപ്പലിലേക്ക് കയറി ചെന്ന നാവികരെ അതിൽ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന ഒരുപാട് കാഴ്ചകൾ തന്നെയായിരുന്നു. ഇന്നും ചുരുളഴിയാത്ത SS ഔറംഗമേഡാൻ എന്ന കപ്പലിൻ്റെ ദുരൂഹതകളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ഇന്നും ദുരൂഹതകൾ വിട്ടുമാറാത്ത SS ഔറംഗമേഡാൻ എന്ന കപ്പലിൽ വളരെയധികം വിചിത്രമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അരങ്ങേറുന്നത് 1940-47 കാലഘട്ടങ്ങളിലായിട്ടാണ്. മലേഷ്യയുടെയും ഇന്തോനേഷ്യയുടെയും ഇടയിലുള്ള മലാക്ക കടലിടുക്കിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന സിൽവർ സ്റ്റാർ എന്ന് പറയുന്ന കപ്പലിലേക്ക് തീർത്തും അപ്രതീക്ഷിതമായിട്ട് ഒരു മോഴ്സ് കോഡ് സിഗ്നൽ എത്തിച്ചേരുകയാണ്. അതിപ്രകാരമായിരുന്നു: SOS ഫ്രം SS ഔറംഗമേഡാൻ. ക്യാപ്റ്റനും കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ഓഫീസേഴ്സും മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു കാര്യം ലഭിച്ചതോടു കൂടിയിട്ട്, ഇത്തരം ഒരു വിചിത്രമായിട്ടുള്ള സിഗ്നൽ ലഭിച്ചതോടു കൂടിയിട്ട് സിൽവർ സ്റ്റാറിൻ്റെ റേഡിയോ ഓപ്പറേറ്റർ എത്രയും പെട്ടെന്ന് തന്നെ കപ്പലിലെ ക്യാപ്റ്റനെ വിവരം അറിയിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ തൊട്ടടുത്തൊരു മെസ്സേജ് കൂടെ SS ഔറംഗമേഡാൻ എന്ന കപ്പലിൽ നിന്ന് സിൽവർ സ്റ്റാറിലേക്ക് ലഭ്യമാകുന്നുണ്ട്. ഐ ഡൈ, ഞാൻ മരിക്കുന്നു എന്നായിരുന്നു അവസാനമായിട്ട് അവർക്ക് ലഭിച്ച ആ സന്ദേശം. തീർത്തും വിചിത്രമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അന്നേ ദിവസം അവിടെ അരങ്ങേറിയിട്ടുള്ളത്. അതിനാലൊക്കെ തന്നെയും എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു എത്തും പിടിയും ഇല്ലാതിരുന്ന സിൽവർ സ്റ്റാർ കപ്പലിലെ അധികൃതർ സമീപത്തെ മലേഷ്യയുടെ നാവികസേനയെയും മറ്റുമൊക്കെ ഈ ഒരു വിവരം എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിലാണ് ഓൾറെഡി മലേഷ്യയുടെ നാവികസേനയെയും തൊട്ടടുത്തുള്ള പല കപ്പലുകളിലേക്കും ഒക്കെ തന്നെ SS ഔറംഗമേഡാനിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു സന്ദേശം പോയിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും സിൽവർ സ്റ്റാർ പിന്നെയും മുന്നോട്ടേക്ക് പോവുകയാണ്. ഔറംഗമേഡാൻ എന്ന കപ്പലിനെ കണ്ടെത്താനും അതിലുള്ള ആളുകൾ ആരെങ്കിലും ജീവനോടുകൂടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനും ഒക്കെ തന്നെ സിൽവർ സ്റ്റാറിലെ അധികൃതരായിട്ടുള്ള ആളുകൾ തീരുമാനിക്കുകയാണ്. അവർ അത്തരത്തിൽ തന്നെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഏറ്റവും ഒടുവിൽ വിദൂരതയിൽ ഔറംഗമേഡാൻ എന്ന കപ്പലിനെ അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയാണ്. പക്ഷേ ഈ SOS സിഗ്നൽ എന്നൊക്കെ പറയുന്നത് വളരെയധികം അടിയന്തരമായിട്ടുള്ള ഘട്ടങ്ങളിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നൽകപ്പെടുന്നതാണ്. കപ്പലിലാണെങ്കിലും വിമാനങ്ങളിലൊക്കെ ആണെങ്കിലും അത്തരത്തിലാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കപ്പലിനെ ദൂരത്ത് നിന്ന് നോക്കി കാണുമ്പോൾ തന്നെ കപ്പലിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉള്ളതായിട്ട് സിൽവർ സ്റ്റാറിലെ ക്യാപ്റ്റനോ മറ്റു ഓഫീസേഴ്സിനോ ഒന്നും തന്നെ കാണാനായിട്ട് സാധിച്ചില്ല. എന്തൊക്കെ തന്നെ ആയാലും പതിയെ ഔറംഗമേഡാൻ എന്ന കപ്പലിനടുത്തേക്ക് പോകാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. പതിയെ സിൽവർ സ്റ്റാർ എന്ന കപ്പലും ഔറംഗമേഡാനും അടുത്തടുത്തായിട്ട് വരികയാണ്. ക്യാപ്റ്റൻ്റെ നിർദ്ദേശപ്രകാരം സിൽവർ സ്റ്റാറിലുണ്ടായിരുന്ന നാവികരായിട്ടുള്ള ആളുകൾ പതിയെ ഔറംഗമേഡാനിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നാൽ അവരവിടെ കാത്തിരുന്നത് തീർത്തും അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു. ആ കപ്പലിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയും മരണപ്പെട്ട നിലയിൽ നിലത്ത് കിടക്കുന്ന കാഴ്ചകളാണ് അവർക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ സാധാരണ രീതിയിലുള്ള മരണമായിരുന്നില്ല അവരുടെ ഓരോരുത്തരുടെയും. അവരുടെ എല്ലാ മുഖങ്ങളും കൈകളും ഒക്കെ നോക്കുന്ന അവസരത്തിൽ തന്നെ അവരെന്തോ കണ്ട് ഭയന്ന് വിറച്ച് തണുത്ത് മരിച്ചു കിടക്കുകയാണ് എന്ന കാര്യത്തെക്കുറിച്ച് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും സിൽവർ സ്റ്റാറിലെ ആ നാവികർ ആ കപ്പലിനുള്ളിൽ മുഴുവനായിട്ടും പരിശോധന നടത്തുകയാണ്. ഏറ്റവും ഒടുവിൽ അവരോട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഏറ്റവും അവസാനം ആ കപ്പലിൽ ജീവനോടുകൂടെ ഉണ്ടായിരുന്ന റേഡിയോ ഓപ്പറേറ്റർ കൂടെ കൺട്രോൾ റൂമിനകത്ത് തണുത്ത് മരിച്ചു കിടക്കുന്നതായിട്ട്, തണുത്ത് വിറച്ച് ഭയന്ന് മരിച്ചു കിടക്കുന്നതായിട്ട് അവർക്ക് കാണാൻ സാധിക്കുകയാണ്. മാത്രമല്ല ആ ഒരു കപ്പലിൻ്റെ എൻജിൻ റൂമിലേക്ക് മറ്റുമൊക്കെ നാവികർ പതിയെ കടന്നു ചെല്ലുന്നുണ്ട്. കപ്പലിൽ പൂർണ്ണമായിട്ടും വലിയ തോതിലുള്ള തണുപ്പ് ഈ സമയങ്ങളിലൊക്കെ തന്നെയും അവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ളൊരു രൂക്ഷഗന്ധം കൂടെ അവിടെ എങ്ങും വമിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും കപ്പലിനകത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കി കണ്ടതിന് ശേഷം നാവികർ തിരിച്ച് സിൽവർ സ്റ്റാറിലേക്ക് തന്നെ എത്തിച്ചേരുകയാണ്. ഏറ്റവും ഒടുവിൽ അങ്ങനെ ഈ ഒരു കപ്പലിനെ കെട്ടിവലിച്ചുകൊണ്ട് SS ഔറംഗമേഡാൻ എന്ന ഈ ഒരു കപ്പലിനെ കെട്ടിവലിച്ചുകൊണ്ട് കരയിലേക്ക് കൊണ്ടെത്തിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് സിൽവർ സ്റ്റാറിൻ്റെ ക്യാപ്റ്റൻ എത്തിച്ചേരുകയും അതിനടിസ്ഥാനത്തിൽ വ്യത്യസ്ത കയറുകളും മറ്റുമൊക്കെ കെട്ടിയിട്ട് ഔറംഗമേഡാനെ അവർ ടോ ചെയ്ത് കൊണ്ടുപോകാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ പെട്ടെന്ന് വെച്ചുകൊണ്ട് ഔറംഗമേഡാനിൽ നിന്ന് വലിയ തോതിൽ തന്നെ തീ ഉയരാൻ ആരംഭിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ആ തീ തങ്ങളുടെ കപ്പലിലേക്ക് കൂടെ പടരുമോ എന്ന് ഭയന്ന സിൽവർ സ്റ്റാറിലെ ഉദ്യോഗസ്ഥർ അതുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്ന കയറുകളും മറ്റുമൊക്കെ അഴിച്ചു മാറ്റുകയാണ്, മുറിച്ചു മാറ്റുകയാണ്. ഏതാനും ദൂരം പിന്നെയും അവർ മുന്നോട്ടേക്ക് പോവുകയാണ്. നിമിഷ നേരങ്ങൾ പിന്നെയും കടന്നു പോകുമ്പോൾ വലിയ ശബ്ദത്തോടു കൂടി തന്നെ SS ഔറംഗമേഡാൻ എന്ന ആ കപ്പൽ പൊട്ടിത്തെറിക്കുകയാണ്, കത്തി അമരുകയാണ്. ഏറ്റവും ഒടുവിൽ ആ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പതിയെ അത് ആഴ്ന്നിറങ്ങാൻ ആരംഭിക്കുകയാണ്.
ഈ വിവരങ്ങളൊക്കെ തന്നെയും എത്രയും പെട്ടെന്ന് തന്നെ സിൽവർ സ്റ്റാറിൽ ഉണ്ടായിരുന്ന അധികൃതർ തൊട്ടടുത്ത നാവികസേനയൊക്കെ തന്നെ വിവരം അറിയിക്കുന്നുണ്ട്. തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പിന്നെയും സിൽവർ സ്റ്റാർ അതിനുശേഷം യാത്ര തുടരുകയും ചെയ്യുന്നുണ്ട്. ഒരുപാടധികം സമയത്തിന് ശേഷം ഇന്തോനേഷ്യയുടെ നാവികസേന കൃത്യമായിട്ട് ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്ന SS ഔറംഗ് മെഡാൻ എന്ന ആ കപ്പലിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നിലയിലുള്ള തിരച്ചിൽ ഈ ഒരു മേഖലയിൽ നടത്തുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ തിരഞ്ഞിട്ടും ഇത്തരത്തിൽ മുങ്ങിപ്പോയൊരു കപ്പലിൻ്റെതായ യാതൊരുവിധ അവശിഷ്ടങ്ങളും കണ്ടെത്താൻ അവർക്ക് സാധ്യമായില്ല. അതിനുശേഷമാണ് പിന്നീട് ഏതാണ് ഈ ഒരു കപ്പൽ എന്ന നിലയിൽ, എവിടെ നിന്നാണ് ഈ ഒരു കപ്പൽ വന്നിട്ടുള്ളത് എന്ന നിലയിലൊക്കെ കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങളിലേക്കൊക്കെ തന്നെയും കടക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഞെട്ടിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടെ കണ്ടെത്താൻ സാധിക്കുകയുണ്ടായി. ഒരു അനുമാനപ്രകാരം ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ ഇന്തോനേഷ്യയിൽ നിന്നോ കോസ്റ്റാറിക്കയിലേക്കായിരിക്കണം ഈ ഒരു കപ്പൽ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനടിസ്ഥാനത്തിലുള്ള റെക്കോർഡുകൾ മറ്റൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ, ഓരോ പോർട്ടുകളിൽ നിന്നുള്ള വിവരങ്ങളും അവിടുത്തെ ലോഗ് ബുക്കുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ SS ഔറംഗ് മെഡാൻ എന്ന് പറയുന്ന ഒരു കപ്പൽ അവിടെ നിന്നും പുറപ്പെട്ടതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള രേഖകളും ആർക്കും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ സത്യത്തിൽ ഏതാണ് ഈ ഒരു കപ്പൽ? ഇത് എവിടെ നിന്നാണ് യാത്ര ആരംഭിച്ചത്? ശരിക്കും എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്? എല്ലാത്തിനും അപ്പുറത്തേക്ക് എന്ത് കണ്ട് ഭയന്ന് വിറച്ചാണ് ഈ ഒരു കപ്പലിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, അതിലുണ്ടായിരുന്ന നാവികർ എല്ലാവരും ഒരുപോലെ തന്നെ മരണപ്പെട്ടത്? ഈ മരണപ്പെട്ട് കിടന്നിരുന്ന ആളുകളുടെ ശരീരത്തിൽ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള മുറിവുകളും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ നാവികരെല്ലാം മരണപ്പെട്ടത് എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് ഈ ഒരു ഔറംഗ് മെഡാൻ എന്ന കപ്പലിന് തീ പിടിക്കുകയും അത് വലിയ തോതിൽ തന്നെ പൊട്ടിത്തെറിക്കുകയും ചെയ്തത്? ഏറ്റവും ഒടുവിൽ ശക്തമായിട്ടുള്ള തിരച്ചിലുകൾ നടത്തിയിട്ട് പോലും എന്തുകൊണ്ടാണ് ഔറംഗ് മെഡാൻ്റെ യാതൊരു വിധത്തിലുള്ള അവശിഷ്ടങ്ങളും ഒരാൾക്ക് പോലും കണ്ടെത്താൻ കഴിയാതെ പോയത്? വളരെയേറെ വിചിത്രമായിട്ടുള്ള ഈ ഒരു സംഭവം അരങ്ങേറിയിട്ടുള്ള കാലഘട്ടത്തിൽ പോലും വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു വെച്ചതുപോലെ ഈ ഒരു സംഭവം അരങ്ങേറിയിട്ടുള്ളത് 1940 എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, മറിച്ച് 1947 ഈ ഒരു കാര്യം നടന്നിട്ടുള്ളത് എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളുമുണ്ട്. എന്തൊക്കെ തന്നെയായാലും പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകളിലൂടെ തന്നെയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. ഇതൊരു വലിയ ചർച്ചാ വിഷയമായതോട് കൂടിയിട്ട് തന്നെ എന്താണ് SS ഔറംഗ് മെഡാൻ എന്ന കപ്പലിന് സംഭവിച്ചതെന്ന കാര്യത്തെക്കുറിച്ച് ചില ആളുകളൊക്കെ തന്നെയും അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. അന്വേഷണം ആദ്യം തന്നെ എത്തിച്ചേരുന്നത് സിൽവർ സ്റ്റാർ എന്ന് പറയുന്ന കപ്പലിലേക്കാണ്, അതിൻ്റെ ലോഗ് ബുക്കിലേക്കാണ്. പക്ഷേ അത് വിശദമായിട്ട് പരിശോധിച്ച അവസരങ്ങളിലൊന്നും തന്നെ മലാക്ക കടലിടുക്കിൽ ഇത്തരത്തിലുള്ള റെസ്ക്യൂ മിഷൻ അവർ നടത്തിയതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള റെക്കോർഡുകളും ആ ലോഗ് ബുക്കിൽ കണ്ടെത്താൻ സാധിച്ചില്ല. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന രീതിയിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സിൽവർ സ്റ്റാർ പോയിട്ടുമില്ല, ഇത്തരം ഒരു കാര്യം സംഭവിച്ചതായിട്ടൊന്നും തന്നെ അവരുടെ ലോഗ് ബുക്കിൽ അവർ എഴുതി വെച്ചിട്ടുമില്ല. പിന്നെ സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള തിയറികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്നാമതായിട്ട് വരുന്ന തിയറി എന്ന് പറയുന്നത്, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടമായതിനാൽ തന്നെ വളരെയധികം ഹസാഡസ് ആയിട്ടുള്ള കെമിക്കലുകളുമായിട്ട് ഇല്ലീഗലായിട്ട് യാത്ര നടത്തിയ ഒരു കപ്പലായിരിക്കാം ഈ ഔറംഗ് മെഡാൻ എന്നതാണ്. അപ്പോൾ ഈ പേരൊക്കെ തന്നെയും ഇതിനു വേണ്ടിയിട്ട് ഇത്തരം ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് അവർ നടത്തുന്നത് എന്ന കാരണം കൊണ്ട് തന്നെ അവർ മാറ്റിയിട്ടുള്ളതാകാം. അതുകൊണ്ടാണ് ഈ ഒരു ഔറംഗ് മെഡാൻ എന്ന് പറയുന്ന കപ്പലുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള രേഖകളും എവിടെയും കണ്ടെത്താൻ സാധിക്കാത്ത എന്നൊരു അനുമാനമാണ് ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകളും വിശദീകരിക്കുന്നത്. മാത്രമല്ല പിന്നീട് അങ്ങോട്ട് ഈ കപ്പലിന് എന്ത് സംഭവിച്ചു, അതിലുള്ള ആളുകൾ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ തിയറി വിശദീകരിക്കുന്ന ആളുകൾ പറയുന്നത് ഈ ഒരു കപ്പലിലുണ്ടായിരുന്ന വളരെയേറെ ഹസാഡസ് ആയിട്ടുള്ള യുദ്ധത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കെമിക്കലുകൾ തീർത്തും അവിചാരിതമായിട്ട് ലീക്ക് ആയതിന് അടിസ്ഥാനത്തിൽ അത് ശ്വസിച്ചത് കാരണമായിട്ടാകാം ഈ കപ്പലിലുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ തന്നെയും മരണം സംഭവിച്ചത് എന്നൊരു കാര്യമാണ്. മാത്രമല്ല 1940 SS ഔറംഗ് മെഡാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വാർത്ത കൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ കപ്പലിലുണ്ടായിരുന്ന ജെറി റാബിറ്റ് എന്ന് പറയുന്ന വ്യക്തി ലൈഫ് ബോട്ട് എടുത്തുകൊണ്ട് സമീപത്തുള്ള ദ്വീപിലേക്ക് 6 മൃതദേഹങ്ങളുമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു എന്നാണ് വാർത്ത. എന്നാൽ പിന്നീട് അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് എന്തൊക്കെയാണ് ഈ കപ്പലിൽ നടന്നതെന്ന കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ദ്വീപ് നിവാസികളായിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഏറ്റവും അവസാനം അയാളും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇനി എന്താണ് ഈ ഒരു ജെറി റാബിറ്റ് ആളുകളോട് പറഞ്ഞു കൊടുത്തതായിട്ട് പ്രചരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഈ ഒരു കപ്പലിൽ വളരെയധികം ഹസാഡസ് ആയിട്ടുള്ള കെമിക്കലുകൾ ഉണ്ടായിരുന്നു. അത് യാത്ര ആരംഭിച്ച് കുറച്ച് മുന്നോട്ടേക്ക് പോയതിന് ശേഷം മാത്രമാണ് ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയും തിരിച്ചറിയുന്നത്. എന്നാൽ പിന്നീട് ഈ
ഈ ഒരു ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസ്, പ്രത്യേകിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്, അതുപോലെ തന്നെ പൊട്ടാസ്യം സയനൈഡ്, നൈട്രജൻ ഗ്ലിസറിൻ തുടങ്ങിയിട്ടുള്ള വളരെ ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ഈ ഒരു കപ്പലിൽ ഉണ്ടായിരുന്നത്. അത് പതിയെ ചോരാൻ ആരംഭിക്കുകയും ആ കപ്പലിലുണ്ടായിരുന്ന നാവികരായിട്ടുള്ള ചില ആളുകൾക്ക് വലിയ തോതിൽ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടാനും ആരംഭിക്കുകയായിരുന്നു. ഈ ഒരു അവസരത്തിലാണ് ഈ കപ്പലിലുണ്ടായിരുന്ന ലൈഫ് ബോട്ട് എടുത്തുകൊണ്ട് ഞാനും 6 ആളുകളും ഈ ദ്വീപിനെ ലക്ഷ്യമാക്കിയിട്ട് യാത്ര ആരംഭിച്ചത് എന്നൊരു കഥയായിരുന്നു ജെറിക്ക് പറയാനുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെ ആയാലും ഇവിടെ ഇത്തരത്തിൽ ജെറി റാബിറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു കപ്പലിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ സമീപത്തുള്ള ഒരു ദ്വീപിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതിനെന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് നോക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇല്ല എന്നൊരു കാര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ ചില മാധ്യമങ്ങളിലൂടെയും മറ്റൊക്കെ പ്രചരിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു. ഇനി ഇതിനും അപ്പുറത്തേക്ക് മറ്റു ചില തിയറികൾ കൂടെയുണ്ട്. അതിൽ രണ്ടാമതായിട്ട് വരുന്ന തിയറി പ്രതിപാദിക്കുന്നത് ഈ കപ്പലിൻ്റെ ബോയിലറിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചത് കാരണമായിട്ട്, വെന്റിലേഷൻ തകരാറൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ തന്നെ കപ്പലിനകത്ത് കാർബൺ മോണോക്സൈഡ് നിറഞ്ഞിരിക്കാം. ഇത് വലിയ തോതിൽ തന്നെ ശ്വസിച്ച, കളറും മണമൊന്നുമില്ലാത്ത കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചിട്ടുണ്ടായിരുന്ന ഈ ആളുകൾ ഹാലൂസിനേറ്റ് ചെയ്യുകയും വ്യത്യസ്ത തരത്തിലുള്ള എല്ലാ കാഴ്ചകൾ അവർ കാണാൻ ആരംഭിക്കുകയും ഭയന്ന് വിറച്ച് ഏറ്റവും ഒടുവിൽ അവർ മരണത്തിലേക്ക് എത്തിച്ചേരുകയുമായിരുന്നു എന്നാണ് ഒരു തിയറി പറയുന്നത്. മറ്റൊരു തിയറി പ്രകാരം കടൽ കൊള്ളക്കാരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ കെമിക്കലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ആളുകളെ കൊന്നതായിരിക്കാം എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം വേറെ ചില ആളുകൾക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെയും അമാനുഷികമായിട്ടുള്ള മറ്റെന്തോ ശക്തികളുടെ കളികളാണ്, അതുകൊണ്ട് മാത്രമാണ് ഈ ആളുകളൊക്കെ തന്നെയും ഇത്തരത്തിൽ ഭയന്ന് വിറച്ച് കപ്പലിനകത്ത് മരിച്ചു കിടന്നിട്ടുണ്ടായിരുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ തന്നെയായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്ന വർഷത്തിലെ വിഭിന്ന അഭിപ്രായങ്ങൾ, അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, അത് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനൊരു കാര്യം യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടോ, അതിന് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള വാർത്തകൾക്കും അപ്പുറത്തേക്ക് SS ഔറംഗ് മെഡാൻ എന്ന് പറയുന്ന കപ്പലുമായി ബന്ധപ്പെട്ടുള്ള കോൺക്രീറ്റ് എവിഡൻസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ യാതൊരുവിധ തെളിവുകളും ഇല്ല എന്ന കാര്യം തന്നെയാണ് നമുക്ക് അവിടെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒക്കെ തന്നെയും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾക്ക് അടിസ്ഥാനത്തിൽ തന്നെയാണ് വലിയ തോതിൽ തന്നെ ഒരു കഥ പോലെ സമൂഹത്തിൽ ഈ ഒരു വിഷയം പരന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ് ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ തന്നെയും നശിപ്പിക്കപ്പെട്ടതാകാം എന്നൊരു അഭിപ്രായം കൂടെ ചില ആളുകൾക്കൊക്കെ തന്നെയും മുന്നോട്ടേക്ക് വെക്കാനുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സത്യത്തിൽ SS ഔറംഗ് മെഡാൻ എന്ന് പറയുന്നത് വെറും ഒരു കെട്ടുകഥ മാത്രമാണോ, അല്ലെങ്കിൽ വലിയ തോതിൽ തന്നെ ആളുകൾക്കിടയിൽ പ്രചരിച്ചിരുന്ന ഒരു കഥ മാത്രമാണോ, അതോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ബൈ.